ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ച് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ ലോബികൾ. പിന്നിൽ ഹൈന്ദവ ആചാരങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്നാണ് ആക്ഷേപം. നാട്ടാനയെ വാങ്ങാൻ സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. നിലവിൽ ആനയെ വാങ്ങാനുള്ള അനുമതി തേടിയുള്ള 20-ലധികം അപേക്ഷകളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിഗണനയ്ക്കായി കാത്തുകിടക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുന്നതിന് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഇതിലെ വസ്തുത? നിലവിൽ 20-ലധികം അപേക്ഷകളാണ് ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ അനുമതി ലഭിക്കാത്തത് മൂലം അതിനൊരു തീരുമാനമാകാതെ, ഇല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടാനകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്നതിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, അതിലുപരി സ്വകാര്യ വ്യക്തികളുണ്ട്. അപ്പം ഇത്തരം ആൾക്കാർ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ നിബന്ധനകളും എല്ലാം ഉണ്ട്. അത്തരം നിബന്ധനകളെല്ലാം പാലിച്ചതിന് ശേഷവും ഇത്തരത്തിൽ അനുമതി കിട്ടുന്നില്ല എന്നതാണ് പറയുന്നത്. ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഇദ്ദേഹത്തിൻ്റെ അനുമതിയാണ് ഇതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അത് ലഭിക്കാത്തതിനാലാണ് ഇപ്പോൾ ആനയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്നാണ് ഈ ആനപ്രേമികളും അതോടൊപ്പം തന്നെ ഇത്തരം അപേക്ഷ നൽകിയവരും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇവർക്ക് ആനയെ കൊണ്ടുവരുന്നതിനുള്ള സുപ്രീം കോടതി വിധി അടക്കം ഉണ്ടായിട്ടും അനുകൂല വിധി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് പരാതി. ഇത്തരത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും ലക്ഷ്യം വെക്കുന്നത് രണ്ട് കാര്യമെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നാട്ടാനകളുടെ ഇവിടെ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാകും. നിലവിൽ തന്നെ 329 നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ പലതും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആനകളാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ ഇത്തരം ആനകൾ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ, ഈ ആനകൾ കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രാചാരങ്ങൾക്കും മറ്റും ആനയെ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരും. ഇപ്പോൾ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്ന 7500-ലധികം ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അതിന് എല്ലായിടത്തേക്കൂടെ കൊടുക്കാൻ സാധിക്കുന്നത് ഈ 329 ആനകളിൽ മതപ്പാടില്ലാത്തവയും പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളില്ലാത്തതും എല്ലാം കൂടി നോക്കിയാൽ 100-ൽ താഴെ ആനകൾ മാത്രമായിരിക്കും അത്തരത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള. ഈ ഉള്ളതിൽ തന്നെ ചിലത് 2-3 വയസ്സ് മാത്രം പ്രായമുള്ള ആനകൾ വരെ ഉണ്ട് എന്നതാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പം ഇത്തരം ചെറുപ്രായത്തിലുള്ള ആനകളെയും പ്രായാധിക്യമുള്ള ആനകളെയും എല്ലാം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തും മറ്റും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ് ഒരാനകളെ പോലും വാങ്ങാനുള്ള അനുമതി നൽകാത്ത വനം വകുപ്പിൻ്റെ ഒരു നിലപാട്. ഇതിലൂടെ ഇത്തരം നാട്ടാനകൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവരുടെ ഔദ്യോഗികമായ ഇവരുടെ കൃത്യനിർവഹണത്തിനുള്ള ബാധ്യതകളും വളരെയധികം കുറയും എന്നത് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. അതിലുപരിയാണ് ക്ഷേത്ര ആചാരങ്ങൾക്ക് ആനകളെ അതിൽ നിന്നും ഒഴിവാക്കുക, അത്തരത്തിൽ ആചാരങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വനം വകുപ്പും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നാട്ടാനകൾ വലിയ രീതിയിൽ കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ ചരിയുന്നു എന്നതാണ്. എന്നാൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 830 കാട്ടാനകൾ ചരിഞ്ഞപ്പോൾ ഇതേ സ്ഥാനത്ത് 161 നാട്ടാനകൾ മാത്രമാണ് ചരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ കണക്കുകൾ കൊണ്ട് തന്നെ നമുക്കറിയാം കാട്ടിലായാലും നാട്ടിലായാലും ആനകൾ ചരിയുന്നതിന് വലിയ വ്യത്യാസമില്ല. ഇല്ലെങ്കിൽ താരതമ്യേന കുറവ് കണക്ക് നാട്ടാനകളുടെ കാര്യത്തിലാണ്. നാട്ടാനകളാണ് ചരിയുന്നതിൽ എണ്ണത്തിൽ കുറവ് എന്നതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ കാട്ടാനകളുടെ ആക്രമണത്തിൽ 153 പേർ ഇത് 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മരണപ്പെട്ടപ്പോൾ നാട്ടാനകളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇതിൻ്റെ പകുതിയിലും കുറവാണെന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊന്നും, ഇല്ലെങ്കിൽ ആനയെ കൊണ്ടുവരുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്ന എല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ്. അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നതും. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.